വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസിൽ മൂന്നാമത്തെ റേഷ്യോ ആയിട്ട് വരുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയും എക്സ്പെൻസ് റേഷ്യോസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുൻപത്തെ വീഡിയോയിൽ ആദ്യത്തെ രണ്ടെണ്ണമായിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും ഓപ്പറേറ്റിംഗ് റേഷ്യോയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സെയിൽസും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. Therefore, it expresses the relationship between operating profit and sales. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഒരു റേഷ്യോയിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് നോർമലി ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ഓപ്പറേഷൻസിലൂടെ ബിസിനസ് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എന്താണ്, അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ് മീൻസ് പ്രോഫിറ്റ് ഫ്രം നോർമൽ ബിസിനസ് ഓപ്പറേഷൻ. ഒരു നോർമൽ ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് ഒരു കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നോർമലി ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോണും ഡിബഞ്ചേഴ്സും അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഉള്ള പ്രോഫിറ്റിനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഫിനാൻഷ്യൽ ചാർജസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. ഇപ്പോൾ നോർമലി നമുക്കതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാം പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എല്ലാതും തന്നെ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. നെറ്റ് സെയിൽസുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഓരോ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എക്സ്പ്രസ് ചെയ്യണമെന്ന്. സോ ദ ഇക്വേഷൻ ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഉണ്ട്, നെറ്റ് സെയിൽസും ഉണ്ട്. നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂടി ആഡ് ചെയ്യുക. അതിൽ നിന്ന് റിട്ടേൺസ്, സെയിൽസ് റിട്ടേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഡിഡക്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണോ തന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തെടുക്കാം? ഇക്വേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കമ്പോണൻറ്റ് നെറ്റ് സെയിൽസ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. ഓക്കെ, ഇനി നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതിന് വേറൊരു ഇക്വേഷനാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ നെറ്റ് സെയിൽസ് രണ്ട് ഇക്വേഷൻ ഓൾറെഡി കണ്ടു. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഡിഡക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യുന്നത് കണ്ടു. ഇനി നെറ്റ് പ്രോഫിറ്റിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ചാർജസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ലോണും ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുൻപുള്ള പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് നെറ്റ് പ്രോഫിറ്റും ഈ പറഞ്ഞ എക്സ്പെൻസുകളും ഇൻകംസും ഒക്കെയാണ് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ കമ്പ്യൂട്ട് ഇറ്റ് ആസ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. ഓക്കെ, ഇതെല്ലാതും കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇതിന് മുൻപത്തെ വീഡിയോയിൽ, അതായത് ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു
നമുക്ക് ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയാണ് എന്നറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? നമുക്ക് കിട്ടിയ ഓപ്പറേറ്റിംഗ് റേഷ്യോനെ 100ൽ നിന്ന് ഡിഡക്റ്റ് ചെയ്താൽ മതി. ഫോർ സപ്പോസ് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 80% ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 100 - 80 20 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കുക, when we deduct operating ratio from 100, the balance will be the operating profit ratio. ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, if the operating ratio is 60%, then the operating profit ratio will be 40%. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, എന്തൊക്കെയാണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. അപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസിൻ്റെ പേര് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എന്തൊക്കെയാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്? ഡൊണേഷൻ, ചാരിറ്റി, loss on sale of fixed asset, discount on issue of shares, discount on issue of debentures, expense on issue of shares, expense on issue of debentures, preliminary expense, provision for taxation. ഇതൊക്കെയാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ലൈക്ക് വൈസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്, ഇതൊക്കെയാണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ റേഷ്യോൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇമ്പോർട്ടൻസ് എന്താണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതായത് നെറ്റ് സെയിൽസിൻ്റെ ബേസിസിൽ കമ്പനി എത്രമാത്രം പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുക? കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ എത്ര നന്നായിട്ട്, എത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ബിസിനസ് റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാതും നടക്കുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ എഫിഷ്യൻ്റ്ലി ദ ബിസിനസ് ഈസ് ബീയിങ് ഓപ്പറേറ്റഡ്. എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ടാണ് കമ്പനി അതിൻ്റെ ബിസിനസ് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. Likewise, in short, it measures the operational efficiency. ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയാണ് എന്തിലൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയിലൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്? ഇൻട്രസ്റ്റ് 40,000, സെയിൽസ് ലെസ് റിട്ടേൺസ്, അതായത് നെറ്റ് സെയിൽസിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സെയിൽസിൽ നിന്ന് റിട്ടേൺസ് ലെസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് അവിടെ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 8 lakh. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,60,000. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 50,000. സെല്ലിംഗ് എക്സ്പെൻസ് 30,000. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 20,000. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് 15,000. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ നെറ്റ് സെയിൽസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നെറ്റ് സെയിൽസ് ഡയറക്റ്റ്ലി അവിടെ തന്നിട്ടുണ്ട് 8 lakh ആണ്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഐറ്റത്തിൻ്റെ ബേസിസിൽ നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് ചെയ്യാം? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സെയിൽസിൻ്റെ വാല്യൂ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂ, അതേപോലെ തന്നെ എക്സ്പെൻസുകളും അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 2 ഐറ്റംസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും അതേപോലെ തന്നെ സെല്ലിംഗ് എക്സ്പെൻസും. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ അത് എന്തിൽ നിന്നൊക്കെ മൈനസ് ചെയ്യുക? സെയിൽസിൻ്റെ വാല്യൂയിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂയിൽ നിന്നും മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിംഗ് ഔട്ട് കാണാം. ആദ്യം തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. ദാറ്റ് ഈസ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ 2 ഐറ്റംസ് വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൻ്റെ വാല്യൂ വരുന്നത് 50,000 ആണ്. സെല്ലിംഗ് എക്സ്പെൻസിൻ്റെ വാല്യൂ വരുന്നത് 30,000 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 80,000 ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി ആ 80,000ഉം അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂ ആയിട്ടുള്ള 5,60,000ഉം സെയിൽസിൻ്റെ വാല്യൂ ആയിട്ടുള്ള 8 lakhും കൂടി കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ്ലി വാല്യൂസ് ഇട്ട് കൊടുക്കുക.
8 lakh minus 5,60,000 minus 80,000. Then the value is 1,60,000. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,60,000 ആണെന്ന് കിട്ടി. രണ്ടാമത്തെ എലമെൻറ്റ് നമുക്ക് വേണ്ടത് ഏതാ? നെറ്റ് സെയിൽസ് ആണ്. നെറ്റ് സെയിൽസ് ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് 8 lakh. അപ്പോൾ 8 lakh ആണ് നെറ്റ് സെയിൽസിൻ്റെ വാല്യൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് നമ്മുടെ മെയിൻ ഇക്വേഷനിലേക്ക് ഇടുക. മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,60,000 ആണ്. നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 8 lakh ആണ്. ഇൻറ്റു 100 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ സൊല്യൂഷൻ ഇസ് 20%. 20% ആണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുക? അപ്പോൾ നമുക്കറിയാം ഇത് നെറ്റ് സെയിൽസിൻ്റെ ബേസിസിലാണ്. അപ്പോൾ 100 rupeesൻ്റെ സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ 20%, അതായത് ദാറ്റ് ഇസ് ₹20 എന്ന് പറയുന്നത് എന്തായിരിക്കും? കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം കൂടി ഇൻ്റർപ്രിറ്റ് ചെയ്യാം. 20% കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 80% ആയിരിക്കും കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ നമുക്കറിയാമെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോയും കണ്ടുപിടിക്കാനായിട്ട് ഈസിയാണ്. സോ ഈ ഇൻ്റർപ്രിറ്റേഷൻ നോക്കാം. The operating profit ratio indicates that for every ₹100 of sales, the operating profit is ₹20. So that is all about operating profit ratio. Clear ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ ആക്ച്വലി ഇത് ഒരു ഡിവിഷനാണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോസിൻ്റെ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ പല ഡിവിഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്പെൻസ് റേഷ്യോസ് ആർ ദ ബ്രേക്കപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ പലതും വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് സെയിൽസിൻ്റെ ബേസിസിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എക്സ്പെൻസ് റേഷ്യോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആയിട്ട് നമുക്കൊരു 20,000 തന്നിട്ടുണ്ട്. നെറ്റ് സെയിൽസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഈ നെറ്റ് സെയിൽസിൻ്റെ വാല്യൂവിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ഇവാലുവേറ്റ് ചെയ്യണം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിനെ ഇവാലുവേറ്റ് ചെയ്യണം. സോ ദ ഇക്വേഷൻ ബിക്കംസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അങ്ങനെ എന്തൊക്കെ എക്സ്പെൻസുകളാണോ നമുക്ക് തന്നിട്ടുള്ളത് അതിനൊക്കെ സെപ്പറേറ്റ് നെറ്റ് സെയിൽസിൻ്റെ ബേസിസിൽ നമ്മൾ എവാലുവേറ്റ് ചെയ്യുന്നതാണ് എക്സ്പെൻസ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ദ സം ടോട്ടൽ ഓഫ് ഓൾ എക്സ്പെൻസ് റേഷ്യോസ് വുഡ് ബി ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് റേഷ്യോ. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ സെപ്പറേറ്റ് കണ്ടിട്ട് ആ റേഷ്യോസിൻ്റെ എല്ലാം ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം ദ വാല്യൂ ഓഫ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് എക്സ്പെൻസസ് ടു നെറ്റ് സെയിൽസ്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണെങ്കിൽ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 അല്ലേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇവിടെ എക്സ്പെൻസ് റേഷ്യോസ് വരുമ്പോൾ ഓരോ എക്സ്പെൻസുകളും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അതിനെ നെറ്റ് സെയിൽസിൻ്റെ ബേസിസിൽ കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, these ratios are generally expressed in percentage. Normally profitability ratios എല്ലാതും തന്നെ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. This ratio helps to understand whether expense are increasing or decreasing or remaining constant. എക്സ്പെൻസുകൾ കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ വാല്യുവേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എക്സ്പെൻസ് റേഷ്യോ ഇക്വേഷൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കണ്ടോ? കോസ്റ്റ് ഓഫ് ഗുഡ്സിൻ്റെ സെപ്പറേറ്റ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് റേഷ്യോ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് റേഷ്യോ, ഫിനാൻസ് എക്സ്പെൻസ് റേഷ്യോ ഒക്കെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ വാല്യൂവിനെ അതിൻ്റെ നെറ്റ് സെയിൽസ് ആയിട്ട് കമ്പയർ ചെയ്യുക, മൾട്ടിപ്ലൈ ബൈ 100 ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് എക്സ്പെൻസ് റേഷ്യോ. ക്ലിയർ ആയല്ലോ? ഇവിടെ സ്റ്റാൻഡേർഡ് റേഷ്യോ നമുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാല്യുവേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് എക്സ്പെൻസ് റേഷ്യോ എടുക്കുന്നത്. അതായത് പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും തമ്മിൽ എക്സ്പെൻസ് റേഷ്യോ എങ്ങനെയാണ്, കൂടിയോ കുറഞ്ഞോ അതോ കോൺസ്റ്റൻ്റ് ആയിട്ടാണോ പോകുന്നത് എന്നുള്ളൊരു വാല്യുവേഷനാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് റേഷ്യോൻ്റെ ബേസിസിലല്ല ഇവിടെ വാല്യുവേഷൻ, പ്രീവിയസ് ഇയറിലെ വാല്യൂവിൻ്റെ ബേസിസിൽ കറണ്ട് ഇയറിനെ വാല്യൂ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്